ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. അതുമാത്രമാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവിടെയും നല്ല പുഴകളും തോടുകളും എല്ലാം കര കവിഞ്ഞൊഴുകുകയാണെന്ന് നമ്മൾ പേപ്പറിലും TV ന്യൂസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചും കണ്ടൊക്കെ കുട്ടികളെ ആണെങ്കിലും പുറത്തേക്ക് ഇറങ്ങാതെയൊക്കെ സൂക്ഷിക്കുക കേട്ടോ. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇതാണ്ടില്ലേ, ഇത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. അത് എൻ്റെ മുമ്പിലുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ചില വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു തോട് ഇന്നലെ ഒരു ഉച്ച സമയത്താണ് കേട്ടോ ഞാൻ ഇതെടുക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഈ ഒരു തോട് നിറയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ വേണമായിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഗൈസ് ഞാൻ ഈ വീഡിയോൻ്റെ ബാക്കിലേക്ക് കാണിച്ചു തരാം. നിങ്ങൾ അപ്പോഴേക്കും സ്കിപ്പ് ചെയ്ത് പോകേണ്ട പ്ലീസ്. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഉച്ച സമയത്ത് ഇന്നലെ ഫുൾ ടൈം മഴയാണ്. ഇന്നലെയും മഴയാണ്, ഇന്നും ഇപ്പോൾ മഴയാണ്. അപ്പോൾ ഇന്നത്തെയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും അതുപോലെ അടുത്ത് പുഴയും തോടൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രമല്ല, അതിൽ കൂടെ പല പാമ്പുകളും പഴുതാരയൊക്കെ കയറി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ചപ്പുറത്തുള്ള ഒരാളിന് ഇതുപോലെ വെള്ളത്തിൽ കൂടെ ഇറങ്ങിയിട്ട് നടന്നപ്പോൾ പാമ്പൊക്കെ കടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തൊടാൻ അത്ര എത്താനായി. പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അത് ഓവർഫ്ലോ ആവുമോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അത്രയും പേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ ഇത് കയറില്ല എന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീടാണ് നമ്മൾ വിചാരിച്ച അവിടെയൊന്നും കാര്യങ്ങൾ നിന്നില്ല എന്ന് എനിക്ക് തോന്നി. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ചില ഭാഗത്തൊക്കെ നന്നായി ഉരുളൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളാവും വിധം വെള്ളം കയറണമെന്ന് കണ്ടത് നമ്മൾ വേറെ ക്യാമ്പുകളിലേക്കൊക്കെ ഒന്ന് മാറുക. അപ്പോൾ ഞാൻ ഉച്ച സമയത്താണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വെളിയിലിങ്ങനെ മഴയൊക്കെ കണ്ടിട്ട് ഇരിക്കാൻ ഒരു രസമാണല്ലോ. അങ്ങനെയൊക്കെയാണ് എനിക്ക് ആദ്യം തോന്നിയത്. അപ്പോൾ ആസ്വദിച്ചിട്ടൊക്കെ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ബീഫ് കറിയാണ്, അപ്പോൾ ചിക്കൻ കറിയാണ്. അപ്പോൾ അത് ഈ ചോറിൻ്റെ കൂടെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. പലഹാരമാണ് എനിക്കിതിനിഷ്ടം. അപ്പോൾ ഞാനൊരു ചമ്മന്തി അരച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ അവിടെ കയറി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബാക്കിലുള്ള ആ ചാല് നിറയോ എന്നുള്ള പേടിയിലൊക്കെയാണ് കേട്ടോ ഞാനവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അടുത്ത എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ബാക്കിലിങ്ങനെ ഒരു തോടുള്ളത് നല്ലതാണെന്നൊക്കെ എനിക്ക് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിങ്ങനെ എന്താ പറയുക, അതിൽ കൂടെ മീൻ വരുന്നതൊക്കെ നമുക്ക് കാണാമല്ലോ എന്നൊക്കെ ഉള്ളതായിരുന്നു ഗൈസ്. ഇതൊരു ഉച്ച സമയം കഴിഞ്ഞിട്ടൊരു 3 മണി അങ്ങാണ്ടായി. ആ സമയത്താണ് നമ്മുടെ വീട്ടിൻ്റെ ബാക്കിൽ കൂടെ ഒരു തോടുണ്ടായിരുന്നില്ല. ആ തോട് നിറഞ്ഞിട്ട് ഇപ്പുറത്ത് കൂടെ ഉള്ള ആ ഒരു ബണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. ബണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം പൊട്ടുമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സംഭവം അതേപോലെ തന്നെ സംഭവിച്ചു കേട്ടോ. അതെനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം നല്ല മഴയും കാര്യം. അപ്പോൾ കുട്ടികളിലൊക്കെ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ നമ്മൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഫുൾ ടൈം മഴയായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ സേഫായി ഇരിക്കണമെന്ന് നോക്കണമല്ലോ. അല്ലെങ്കിൽ ഈ വെള്ളത്തേക്ക് ഇറങ്ങിയ പാമ്പും പഴുതാരയൊക്കെ വരികയാണേ. അപ്പോൾ അതുകൊണ്ട് ബണ്ട് പൊട്ടിയതൊന്നും നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുണ്ടല്ലേ, നല്ല കുത്തൊഴുക്കുണ്ട്. അപ്പോൾ ഈ റോട്ടിലേക്കൊക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ വീടിനുള്ള ഫ്രണ്ടിലുള്ള പാടങ്ങളൊക്കെ നിറഞ്ഞു. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ ഒരു തോട് നമ്മുടെ ഇതിൻ്റെ മേലെ കൂടെ ഓവർഫ്ലോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇനിയിപ്പോൾ ഇന്ന് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. അത് പിറ്റേ ദിവസമാണിത് അപ്ലോഡ് ചെയ്യണത്. ആ ദിവസം ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ റോഡൊക്കെ ഏകദേശം വെള്ളമായി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മഴയാണ്. മഴ തോർന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അതിൽ കൂടെ മീനൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ നമുക്ക് നല്ല ഇഷ്ടമൊക്കെ തോന്നി. ഇപ്പോൾ വീടിൻ്റെ ബാക്ക് വശം പോലെ ഫ്രണ്ട് വശത്തും ആയിരിക്കണം കേട്ടോ വെള്ളം. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ്. ആദ്യത്തെ എൻ്റെ വീഡിയോസിലൊന്നും ഇവിടെ വെള്ളമേ കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു തോട് പോലെ തന്നെയെന്ന് പറയാം. ഇപ്പുറത്തൊരു തൊടിയുള്ളതുകൊണ്ട് ആ തൊടിയിൽ നിന്നും വെള്ളം കൂടിയിട്ട് കവിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ? അപ്പോൾ ഞങ്ങളതിൽ കൂടെ ഒന്ന് നടന്ന് നോക്കുകയാണ്. കണ്ടോ?
അത്രയ്ക്കും വെള്ളം. അത് നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് വരുന്നതാണ്. അപ്പോൾ രാത്രി പകലൊന്നും വെള്ളം വീട്ടിലേക്ക് ഫ്രണ്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ തന്നെ ആകും, മഴ കുറയുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇക്കാൻ്റെ കാലിൻ്റെ മുട്ട് വരെ ആവാനായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മുട്ടിൻ്റെ മേലെ ആയിട്ടാണ് വെള്ളം. പിന്നെ മലമുക്ക് ഞങ്ങൾ പാലക്കാട് ആലത്തൂരാണ് കേട്ടോ അത് സ്ഥലം. അത് ആദ്യമായിട്ട് കാണുന്നവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ അല്ലാത്തവർക്ക് എൻ്റെ വീട് ഏത് ഭാഗത്താണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് ഇതൊരു രസമാണല്ലോ, ആദ്യമായിട്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇവിടെ വീട് ഇരുന്നിട്ട് 4 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ ഈ 4 വർഷം ഇതുപോലെ സംഭവിച്ചിട്ടില്ല. 4 വർഷത്തെ മഴയ്ക്കും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ കൂടി വരികയാണ്. നിങ്ങൾ ഈ ഫസ്റ്റ് കണ്ടപ്പോൾ ഇത്ര ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ മഴ തോരാണ്ടായപ്പോൾ വീണ്ടും വന്നതാണ് കേട്ടോ, കൂടുതൽ വെള്ളമായി. അപ്പോൾ ഈ പാടങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പം അങ്ങനെ കാണില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ തള്ളി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തോടും പുഴകളും എന്താ പറയുക അരുവികളൊക്കെ ഉള്ളവർ നന്നായിട്ടൊന്നും നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക, അതുപോലെ നമ്മളും ശ്രദ്ധിക്കുക. കണ്ടില്ലേ, കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ ബണ്ട് അങ്ങോട്ട് പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട്, അപ്പോഴാണ് ഈ പാടത്ത് ഒരുപാട് വെള്ളമായത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പാടങ്ങളൊക്കെ എന്താ പറയുക കടൽ പോലെ നിൽക്കുകയായിരുന്നു കേട്ടോ. അത്രയും വെള്ളം ഉണ്ടായിരുന്നു. ഒരു 2018 തിരിച്ചു വന്ന പോലെ. ആ സമയത്ത് ഞങ്ങൾ വീട് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞിട്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ വന്ന് നോക്കി, അപ്പോൾ തറ പണിതിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നോക്കിയപ്പോഴും ഇത്ര വെള്ളം കണ്ടില്ല എന്നാണ് ഇക്ക പറഞ്ഞത് കേട്ടോ. ഇക്ക അവിടെയും വെള്ളം, നമ്മുടെ വീട് ഇരിക്കാൻ പോണ വീടാണല്ലോ, അപ്പോൾ അവിടെ വെള്ളം വന്നിട്ടുണ്ടോ നോക്കാൻ വന്നപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ്, ഈ വർഷം എന്താണെന്നറിയില്ല, നല്ല വെള്ളമാണ് പാലക്കാട്. അങ്ങനെ വെള്ളം മുങ്ങില്ല എന്നൊക്കെയാണ് ഞങ്ങൾ ഒരു അഹങ്കാര ധ്വനി. പക്ഷെ അഹങ്കാരമല്ല, അങ്ങനെ ഒരു കുന്നുള്ള ഭാഗമാണല്ലോ ഈ പാലക്കാട്. അപ്പോൾ അങ്ങനെ പൊങ്ങില്ല എന്നായിരുന്നു. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിയ ആ ഒരു വാചകമൊക്കെ ആയിട്ട് അത്രയ്ക്കും മഴയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇക്ക ബൈക്കൊന്ന് കഴുകുകയും ചെയ്യാലോ വെച്ചിട്ട് ബൈക്കൊക്കെ എടുത്തിട്ട് വന്നിട്ട് കാട്ടുന്നുണ്ടല്ലേ. അപ്പോൾ അത് കുട്ടികൾ നല്ല കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് കേട്ടോ. നന്നായിട്ട് വെള്ളം അങ്ങനെ മുകളിലേക്കൊക്കെ അങ്ങനെ ചക്രം കൊണ്ട് കറക്കിയപ്പോൾ നന്നായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുട്ടികൾ അവിടെ കളിക്കുകയാണ്. പിന്നെ ഞാൻ രാത്രി നമ്മൾ പിന്നെ സാധാ കിടന്നുറങ്ങുമല്ലോ രാത്രി ആയാലേ. അപ്പോൾ അതുപോലെ ഉറങ്ങുകയൊക്കെ ചെയ്തു. ഇങ്ങനെ വെള്ളം വരുമെന്ന് വിചാരിച്ചില്ല. ഒരു ഉറക്കം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് ഇതാണ് അവസ്ഥ. ഞങ്ങൾക്ക് രാത്രി ഇരുട്ട് 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത്. അപ്പോൾ നോക്കിയപ്പോൾ വീടിൻ്റെ എന്താ പറയുക മുറ്റത്തൊക്കെ വെള്ളമായിരുന്നു. നമ്മൾ വീട്ടിൽ പേടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇരുന്നുണ്ടായിരുന്നത്. അത്രയും പേടി ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. കാരണം ഇതുപോലെ വെള്ളം കയറില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ എന്തായാലും വെള്ളം കയറി നമ്മളാകെ പേടിച്ചു. കാറ് നിൽക്കണ ഭാഗത്തൊക്കെ വെള്ളമാണ്. നല്ലോണം പേടിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ എന്താ പറയുക പാമ്പും പഴുതാരയൊക്കെ കയറുമെന്നുള്ളൊരു നല്ല പേടിയുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ പിന്നെ കിടന്നുറങ്ങി രാവിലെയായി. പിന്നെ രാവിലത്തെ അവസ്ഥയാണ് നമ്മുടെ ജംഗ്ഷനിൽ. ഈ ജംഗ്ഷൻ കടന്നിട്ട് വേണം ഞങ്ങൾക്ക് ടൗണിലെത്താനായിട്ട്. പക്ഷെ ഒരു രക്ഷയില്ല, ഒരു സാധനം പോലും വാങ്ങിക്കാൻ നമുക്ക് കഴിയില്ല. ഈ ഭാഗം മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ വാർത്തയിലൊക്കെ ഉണ്ടാവും, ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കണ ഒരു ഭാഗമുണ്ട് അവിടെ. ആ ബസ് സ്റ്റോപ്പൊക്കെ മുങ്ങി എന്താ പറയുക വെള്ളത്തിലായി എന്തായാലും. പിന്നെ അവിടുത്തെ കുറേ കടകൾ, അവിടെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ട് ആൾക്കാർ രക്ഷാപ്രവർത്തകരൊക്കെ വന്നിട്ട് രക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതില്ലേ കുറേ പേരുണ്ട്. കടകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ 2 ദിവസം ഞങ്ങളുടെ അവിടെ മഴ ഉണ്ടായപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ കേട്ടോ. ഉണ്ടല്ലേ, ഒരു പുഴ പോലെ തോന്നുന്നുണ്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ സപ്പോർട്ട് ചെയ്യാം.